സ്വാമിജി, എന്താ? ഒരു ഇലക്ട്രീഷ്യനും പ്ലംബറും വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ജോലി ചോദിച്ച ഒരാള് വന്നിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടുവരും. ശരി സ്വാമി. സ്വാമിജി, വന്നോളൂ. വരൂ. ജോലിയില് മുൻപരിചയമുണ്ടോ? ഉണ്ട്. ഇവിടത്തുകാരനാ? ഞാൻ ഈ കരിക്ക അമ്പലത്തിന് കുറച്ച് അടുത്തായിട്ടാ എൻ്റെ വീട്. ഇവിടെ ഒരാളെ ആവശ്യമുണ്ട്. പക്ഷേ അത് ഇവിടെ തന്നെ താമസിച്ച് ഇവിടത്തെ ജോലികൾ ചെയ്യുന്ന ഒരാളെ ആവശ്യം. അതിന് തയ്യാറാണോ? തയ്യാറാണ്. പഠിച്ചത്? ഈശ്വര, സർട്ടിഫിക്കറ്റ് ഒന്ന് ചോദിക്കല്ലേ. പഠിച്ച സർട്ടിഫിക്കറ്റ് അതൊന്നുമല്ല. ജോലിയിലെ വൈദഗ്ധ്യത്തിന്റെ അളവ്, ജോലി ചെയ്തുള്ള പരിചയം, അതാണ് പ്രധാനം. എന്ത് ജോലി തന്നാലും അത് ഞാൻ ചെയ്തോളാം. ആശ്രമമാണ്. ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഓ, അതൊക്കെ ഉദയചന്ദ്രൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഓ. ഉദയചന്ദ്ര, പ്രാർത്ഥനാ ഹാളിൽ കുറെ ലൈറ്റുകളൊക്കെ കേടായി കിടക്കുകയല്ലേ? അതൊക്കെ ഇയാളെ ഒന്ന് ഏൽപ്പിക്കൂ. ഇയാളുടെ കഴിവെന്താണെന്ന് നമുക്കൊന്ന് ബോധ്യപ്പെടുമല്ലോ. ഉദയേന്ദ്ര, പ്രാർത്ഥനാ ഹാളിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവിടുത്തെ കാര്യങ്ങൾ നേരാവണ്ണം നോക്കുക. അത് ശരിയാക്കാൻ തനിക്ക് സാധിച്ചാൽ ഇവിടെ ജോലി ചെയ്യുന്നതിന് ആർക്കും വിരോധമൊന്നുമില്ല. അഥവാ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഐഡന്റിറ്റി കാർഡും ഡീറ്റെയിൽസുകളും എല്ലാം ഓഫീസിൽ കൊടുക്കണം. ചെല്ലു. നിൽക്കൂ. പേര്? വരുൺ. ചെല്ലു. ശരി സ്വാമി. ഇവിടെ ഉണ്ടായിരുന്ന ആള് മോശമൊന്നും അല്ലായിരുന്നു. പിന്നെന്താ അയാള് പോയത്? ആശ്രമത്തിലെ ചിട്ടവട്ടങ്ങളൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലോ. താങ്കൾ ചെറുപ്പമാണ്, ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ഏയ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സ്വാമി. എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. ലൈറ്റുകളും ഫാനുകളും എല്ലാം കംപ്ലൈന്റ് ആയി കിടക്കുക. 2-3 തവണ അയാൾ ശരിയാക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതാണ്. ഇവിടത്തെ മൊത്തം വയറിങ്ങും മാറ്റേണ്ടി വരുമെന്നാണ് അയാൾ അന്ന് പറഞ്ഞത്. എന്തായാലും താങ്കളൊന്ന് ശ്രമിച്ചു നോക്കൂ. ആരെങ്കിലും സഹായത്തിന് വേണ്ടതുണ്ടോ? ആരും വേണ്ട, ആരും വേണ്ട. വേണ്ട വേണ്ട. എനിക്ക് ഈ ജോലിയിൽ ഏകാഗ്രത കിട്ടണമെങ്കിലേ തനിച്ച് നിന്നാലേ പറ്റൂ. കുറച്ചു നേരത്തേക്ക് ആരും ബുദ്ധിമുട്ടിക്കില്ലെങ്കിൽ സന്തോഷം. അത് തികഞ്ഞ ആത്മവിശ്വാസ. എങ്കിൽ പിന്നെ നടക്കട്ടെ. ആത്മവിശ്വാസം ഇതൊക്കെ ഏത് കാലത്ത് കേടായി കിടക്കുന്നതാണാവോ? നിങ്ങൾ വരുമ്പോ കണ്ടോട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. കൂടുതൽ നേരം നിൽക്കല്ലേ കേട്ടോ. ദേവേട്ട, ദേവേട്ട, മോനെ ദേവാ, ദേവാ, ദേവേട്ട. വേണ്ട, വിളിച്ചുണർത്താൻ ശ്രമിക്കണ്ട. ഉണരണമെങ്കിൽ തന്നെ പേഷ്യന്റ് ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം. അത് പിന്നെ വലിയ ബുദ്ധിമുട്ടാവും. സിസ്റ്റർ, ദേവേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്, ഞങ്ങളുടെ മോള്. അവളെ കാണാത്ത വിഷമത്തില ഈ കിടപ്പ്. അവള് വന്നാ എന്തേലും മാറ്റം ഉണ്ടാവോ? ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഡോക്ടറെ അടുത്ത് തന്നെ ചോദിക്കണം.
എന്റെ എക്സ്പീരിയൻസിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ ഇറങ്ങിക്കോട്ടെ. ശരി. യശോദേ, നീ ആരെയാടി വിളിക്കുന്നേ? രാധിക മോളെ, അവള് വന്ന് വിളിച്ച ദേവേട്ടൻ കണ്ണു തുറക്കും. അവനെ പ്രസവിച്ച ഞാൻ വിളിച്ചു. ഇത്രയും കാലം കൂടെ ജീവിച്ച നീ വിളിച്ചു. എന്നിട്ട് അവൻ ഉണർന്നില്ല. അവള് വന്നാലും ദേവന്റെ നിലയിൽ ഒരു മാറ്റവും വരില്ല. ആ പേരും പറഞ്ഞ് അവളെ വിളിച്ചു വരുത്താൻ ശ്രമിക്കണ്ട യശോദേ. അമ്മേ, വൈരാഗ്യമൊക്കെ അവിടെ മാറ്റിവെക്ക്. ഇപ്പോ ദേവേട്ടന്റെ ജീവനല്ലേ പ്രധാനം. അവൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ, അതിന്റെ പേരില് ദേവൻ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാ, നീ സമാധാനം പറയൂ. പറ. മാത്രമല്ല, രാധികയെ നീ ഇവിടെ വിളിച്ചു വരുത്തിയെന്നറിഞ്ഞ ആ നിമിഷം പ്രിയങ്ക ആത്മഹത്യ ചെയ്യും. അത് കാണണോ നിനക്ക്? 10 മാസം ചുമന്ന് പ്രസവിച്ച സ്വന്തം മോളെ കൊന്നിട്ട് വേണോ നിനക്ക് ആ അനാഥ പെണ്ണിനെ സ്നേഹിക്കാൻ? അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ യശോദേ, അത് മതി.